ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയിലത്തെ വിശേഷമാണ്. അപ്പോൾ എൻ്റെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്കറിയാം, പനിയാണ്. നല്ല പനിയും നല്ല ചുമയും എല്ലാവർക്കും, ഒരാൾക്കല്ല എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത്തിരി രക്ഷപ്പെട്ടിരിക്കുന്നത് തോമുവാന്ന് തോന്നുന്നുണ്ട്. വേറെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഡോണ്ടിയും ഈ പറഞ്ഞ പോലെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ജൂലൈ 4 എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരിക, അതായത് ഒരു 45 വർഷമായിട്ട് എൻ്റെ മനസ്സിൽ ജൂലൈ 4 എന്ന് പറയുമ്പോൾ എൻ്റെ മൂത്ത ചേച്ചിയുടെ കല്യാണമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്പെഷ്യലാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടൊരു ചേട്ടൻ കയറി വരിക, ഞങ്ങൾ 3 പെൺകുട്ടികൾ കഴിച്ചിട്ട്. പക്ഷേ എന്താ പറയുക, ആ സന്തോഷം കുറേ കാലം നീണ്ടു നിന്നില്ല കേട്ടോ. എനിക്കത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ചേച്ചി ഞങ്ങളുടെ ഇടയിൽ നിന്ന് പോയി എന്നുള്ള ഒരു കാര്യം. കാരണം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇവിടെ കുട്ടികളോട് പറയും, എനിക്ക് എത്രയോ വർഷം ബോണസായിട്ട് കിട്ടിയെന്ന്. എനിക്ക് തോന്നുന്നു 36 വർഷമാണ് അവർ ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ചേച്ചി പോവുക ചെയ്തത്. അപ്പോൾ എന്താ പറയുക, എവിടെ എത്ര ദൂരത്ത് പോയാലും ഞങ്ങളുടെ 3 പേരിൽ ഒരാൾ പോവുകയെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അത് ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികളുടെ കാര്യത്തിലായാലും എനിക്ക് ഭയങ്കര വിഷമമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ മാത്രമുള്ളപ്പോൾ ഒരു അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര എന്താ പറയുക, എൻ്റെ സങ്കടം മുഴുവൻ ചേച്ചി പോയപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, എൻ്റെ മക്കൾ റോസയ്ക്ക് അന്നയ്ക്ക് അവരുടെ അമ്മേനെ നഷ്ടപ്പെട്ടുല്ലോ എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ അമ്മമാരെങ്ങനെയാണെന്ന് വെച്ചാൽ മക്കളുടെ കൂടെ നിന്ന് അവരുടെ ചിരിയും കളിയും നല്ലോണം വഴക്ക് പറയുകയും ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ 3 പേരും. എനിക്കും ചേച്ചിക്കാണ് പെൺകുട്ടികളുള്ളത്. എനിക്ക് ഡിമ്പിളും അവിടെ റോസയന്നെയും. അപ്പോൾ ഞങ്ങൾ 2 പേരും അതെ, സ്നേഹിക്കലൊക്കെ ഒരു വശത്ത് സ്നേഹിക്കും, പക്ഷെ നന്നായി ദേഷ്യപ്പെടുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ നിയന്ത്രിക്കാൻ ഒരാളുണ്ടാവുക, പ്രത്യേകിച്ച് അമ്മ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. എന്നാൽ എനിക്ക് എൻ്റെ അമ്മച്ചി നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഇത്രയും സങ്കടം തോന്നിയിട്ടില്ല. കാരണം അമ്മച്ചി കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പേരക്കുട്ടികൾ അവരുടെ കല്യാണമൊക്കെ കണ്ട് സന്തോഷമായിട്ട് പോയ ആളാണ്. പക്ഷേ ചേച്ചിയെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര എപ്പോഴും എനിക്കൊരു വിങ്ങലാണ്. ചേച്ചിയുടെ കാര്യം പറയുമ്പോൾ എനിക്കിപ്പോഴും ഭയങ്കര വിഷമമാണ് കേട്ടോ. പക്ഷേ നമ്മൾ എന്താ പറയുക, നമ്മൾ തമ്പുരാൻ്റെ വിധിയോട് അനുസരിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ അതാണ് ജൂലൈ 4 കേട്ടോ. പിന്നീട് സിനിമയ്ക്ക് ജൂലൈ 4 എന്നൊക്കെ വന്നപ്പോൾ ഞാൻ പറയും, നമ്മളുടെ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ദിവസമാണല്ലോ ജൂലൈ 4. ശരിക്ക് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ പിന്നെയാണ് ഞങ്ങൾ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുക, അതിന് ഡ്രസ്സ് എടുക്കുക, അങ്ങനെയുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ശരിക്കും ജോർജ് ചേട്ടനാണ് ഞങ്ങൾക്ക് കാണിച്ച് കൊണ്ടു തന്നത്. സംഭവം ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് 3 കൊല്ലത്തിൻ്റെ ഇടയിൽ ഞങ്ങളുടെ 3 പേരുടെയും കല്യാണം കഴിഞ്ഞു. 5 കൊല്ലത്തിൻ്റെ ഇടയിൽ ഞങ്ങളുടെ 3 പേരുടെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ, മൂത്ത ആൾ ചെയ്യണത് കണ്ടിട്ടാണ് താഴാദികൾ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും മൂത്ത ആൾ കാണിച്ച അതേ വഴി കൂടെയാണ് ഇപ്പോഴും 2 അനിയന്മാർ, അതായത് പോൾസേട്ടനും ടോണി ഡാഡിയും ആയാലും പോണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാ. ജൂലൈ 4 എന്ന് പറയുമ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇനി ജൂലൈ 7 ഉണ്ട്, ജൂലൈ 17 ഉണ്ട്, അങ്ങനെ ഇനിയും കുറച്ച് 2 ദിവസം കൂടി ഉണ്ട് ഈ മാസം. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു മാസമാണ് കേട്ടോ ജൂലൈ എന്ന് പറയുമ്പോൾ. വിഷമമാണോ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സന്തോഷമാണോ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ രാവിലെ എണീറ്റു. അപ്പം എനിക്ക് തീരെ ഒന്ന് വയ്യാണ്ട് ഇരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഡിവൈനും ഞാൻ ഇന്ന് ഡിവൈൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഡിവൈൻ രാവിലെ എണീറ്റിട്ട് എന്താ പറയുക, തപ്പിത്തടഞ്ഞിട്ടാണ് ഓരോന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറയുകയും ചെയ്തു, എന്ത് കാര്യത്തിലാണ് അങ്ങനെ വയ്യെങ്കിൽ അവിടെ ഇട്ടാം, നമ്മളെപ്പോഴും പുറമേ നിന്ന് വാങ്ങിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഞാൻ വീഡിയോ കണ്ടപ്പോൾ എനിക്കും വിഷമമായി. കാരണം എന്നിട്ട് ചാക്കോ ഇട്ട് ഒന്നും കഴിച്ചില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഡാഡി ഇന്ന് കിടന്നോടത്തുനിന്ന് എണീറ്റിട്ടേ ഇല്ല. രാവിലെ ഡിമ്പിൾ കിടക്കണ്ടായിരുന്നു, പക്ഷേ ഉച്ചയോടുകൂടി ഡിമ്പിൾ പതുക്കെ എണീറ്റു. ഉച്ച തിരിഞ്ഞോട് കൂടിയിട്ട് ഡിവൈൻ ശരിക്കും കിടന്നു. ഒരു 7-7:30 കൂടിയിട്ട് ഞാൻ കിടന്നു. അങ്ങനെ എന്താ പറയുക, മൊത്തത്തിലൊരു എന്താ പറയുക, തൊട്ട് പുരട്ടാന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിട്ടാണ്. ഒരാൾക്കല്ല എല്ലാവർക്കും. അപ്പോൾ ഞാൻ ചാക്കോനെ പിടിച്ച് കിടത്തിയപ്പോൾ അവൻ പതിവില്ലാണ്ട് വന്ന് എൻ്റെ തൊട്ടി കിടക്കണം നോക്കിയപ്പോൾ പതുക്കെ ചൂട് വന്നിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്നും പറഞ്ഞു അവന് ഇന്ന് ചെറുതായിട്ട് പനിച്ചു എന്നുള്ളത് കേട്ടോ. പാച്ചുവിൻ്റെ ഇപ്പോഴേ ഒരുവിധം മാറിയിട്ടുണ്ട്, എന്നാലും പനീൻ്റെ തോമുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. തോമും ഡോണും ഒന്ന് രക്ഷപ്പെട്ടിട്ടായിരിക്കട്ടെ, പക്ഷേ ചെറുതായിട്ട് തുമ്മലും ചീറ്റലൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇത്ര സിവിയറായിട്ടില്ലെങ്കിൽ അവരുടെ അത് അസുഖമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഇത് അങ്ങനെ ആയതുകൊണ്ട് പിന്നെ അത് വിട്ട് കളയാന്നുള്ളൂ. അപ്പോൾ എല്ലാവരും മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇവിടെ തൊട്ടടുത്ത് ക്ലിനിക്കുള്ള കാരണം, ദയുള്ള കാരണം നമുക്ക് സുഖമാണ്. ജസ്റ്റ് അവിടം വരെ പോയി ഇഞ്ചക്ഷനോ മെഡിസിനോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ച് വരാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്ന് ഞാനും ഡിവൈനും കൂടി ഒന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും വലിയ കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ കൊണ്ട് നടക്കും. എൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ,
എനിക്ക് പനിയൊന്നും പുറത്തേക്ക് വരില്ല, ഉള്ളിൻ്റെ ഉള്ളിലാണ് ഭയങ്കര വിഷമമായിരിക്കും. പക്ഷെ പുറമേ കാണുന്നവർക്ക് ചൂടോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനാണ് ഇത്തിരി ഉഷാറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ഒക്കെ ഞാൻ വേഗം വേഗം ചെയ്തു കേട്ടോ. എനിക്കറിയാം ഒരു പരിധി കഴിഞ്ഞാൽ ഞാനും കിടക്കുന്നു. അപ്പോൾ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടാണ്, നമ്മൾക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് പണിയെടുക്കണത് അറിയേയില്ലല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ചോറ് കറി ഡിവൈൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ വെണ്ടക്കായ പാലുകറിയും പിന്നെ മുരിങ്ങക്കായ മുട്ടയിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഡോണിനോട് ചോദിക്കായിരുന്നു, ഡിവൈൻ എവിടെ നിന്ന് കിട്ടി ഈ മുരിങ്ങക്കായയുടെ ഇലയെന്ന്. ഞാൻ ചോദിക്കാനായിട്ട് മറക്കുകയും ചെയ്തത് ജസ്റ്റ് ഓപ്പോസിറ്റ് അവിടെ കണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്കവാറും അവിടെ നിന്നായിരിക്കും. അങ്ങനെ ഉച്ചയിലത്തെ രാവിലത്തെയും ഉച്ചയിലത്തെയും ഒക്കെ പരിപാടികൾ കഴിച്ചു. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ പറയായിരുന്നു ഇന്ന് ഇത് ക്ലോക്ക് തെറ്റാട്ടോ. അപ്പം ഞാൻ ഇന്നലെ രാത്രി സത്യം പറഞ്ഞാൽ അതിൽ നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത്. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഇതെന്താ 3 മണി, രാവിലെ നോക്കിയപ്പോൾ 3 മണിയൊക്കെ അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഡാഡി എണീക്കേണ്ട അത് ശരിയാക്കാനും പറ്റില്ല, ഡാഡി ഒറ്റ കിടപ്പാട്ടോ. അപ്പം ഞാൻ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവർക്ക് കഞ്ഞി വയ്ക്കുമ്പോൾ, സ്വതവേ പനിയുള്ളപ്പോൾ കഞ്ഞി വയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് ചെറുപയർ ഇട്ടിട്ട് വെക്കും. അപ്പോൾ ആ ഒരു ബലത്തുമ്മേ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ മുതിരയുടെ കറി അവിടെ ഉണ്ട്. അപ്പോൾ ഇന്നലെ കുറച്ച് ചോറ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാതും എടുത്ത് ഞാൻ പുറത്ത് വെച്ചു. അപ്പോൾ ഇവർക്ക് കഴിക്കാനുള്ള കഞ്ഞി ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞി പയറിട്ടിട്ട് വെക്കുക ചെയ്തേട്ടോ, ചെറുപയറിട്ടിട്ട്. അപ്പോൾ 1-2 കുട്ടികൾ ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാണെന്ന്. ഒന്നുമില്ല, വെറുതെ ചെറുപയർ ഞാൻ ഇത്തിരി ചൂടുവെള്ളത്തിൽ കുതിരയിടും കുറച്ച് ഒരു അരമണിക്കൂർ മുമ്പിട്ടാ. അത് കഴിഞ്ഞ് അരി നന്നായി കഴുകി അരിയും മറ്റേ ചെറുപയറും കൂടിയിട്ട് ഒന്നിച്ചിട്ട് നന്നായിട്ട് വേവിക്കും. കാരണം കഞ്ഞിയായിട്ടല്ലേ നമുക്ക് കുടിക്കേണ്ടത്, വേറെ ഒന്നും ഞാൻ അതിൽ ആഡ് ചെയ്യില്ല കേട്ടോ. പിന്നെ നമുക്ക് എങ്ങനെ വെച്ചാൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കിഷ്ടമുള്ള വല്ല ചമ്മന്തിയോ ഇഞ്ചിപ്പുളിയോ എന്തിട്ടാന്ന് വെച്ചാൽ അതിൽ ഇളക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുമ്പത്തെ ചോറുണ്ടായിരുന്നത് ഞാൻ തിളപ്പിച്ചൂറ്റിയതാണ്. ഇന്നലെ രാത്രിയിലത്തെ കഞ്ഞിയുടെ ബാക്കി ഉണ്ടായിരുന്നത് തിളപ്പിച്ചൂറ്റിയതാട്ടോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് എപ്പോഴും കഞ്ഞി കുടിക്കാനല്ലേ കുറച്ചും കൂടി ഇഷ്ടം തോന്നുക. അപ്പോൾ ഞാൻ വളരെ കുറച്ച് അരി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പയറിൻ്റെ കൂടെ വേവിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് വേവിച്ച് കഴിഞ്ഞപ്പോൾ ഡാഡിക്കായാലും അത് ഇഷ്ടമായി. ഡിമ്പിളിനും കുറച്ച് കുടിച്ചു. ഡിവൈന് അപ്പോഴത്തേക്കും ഈ സമയത്തൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴേക്കാണ് ആളും വയ്യാണ്ടായത്. എനിക്ക് തോന്നുന്നു 10-11 ആയപ്പോൾ വന്നപ്പോഴാണ് ഡിമ്പിൾ പറഞ്ഞത് ഡിവൈൻ്റെ കിടപ്പായിട്ടോ എന്ന്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് സാധാരണ പോണ പോലെ മുകളിലേക്ക് പോയിട്ടുണ്ടാവുന്ന. അപ്പം അപ്പോഴാണ് ഡിമ്പിൾ പറഞ്ഞ അല്ല മമ്മിയെ തീരെ വയ്യ. പിന്നെ ഞാൻ ഡിമ്പിളിനെ വിട്ടിട്ടാണ് കട്ടൻ വേണോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചിരുന്നത് കേട്ടോ. അങ്ങനെ ഒരേ ഭാഗം. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ സമയത്തൊന്നും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ മുതിര ചൂടാക്കി മാറ്റി വെച്ചു. അങ്ങനെ രാത്രിക്ക് വരെയുള്ള പരിപാടികൾ ഞാൻ കഴിച്ചു വെച്ചു. കാരണം എനിക്കറിയാം വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാനും കിടക്കും എന്നുള്ളത്. നമുക്കറിയാലോ, നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുമല്ലോ തീരെ വയ്യ, തല ചുറ്റണു അങ്ങനെയൊക്കെ തോന്നുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ സാധാരണ കഴിക്കുന്ന ഗുളികകൾ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ചുമയുടെയും പനിയുടെയും മാത്രം കഴിച്ചു. കാരണം എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് തല പൊന്തണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് കഴിച്ചു. അങ്ങനെ നമ്മുടെ മുതിര നല്ല എനിക്ക് തോന്നുന്നു നല്ല ഫ്രഷ് മുതിരയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇഞ്ചമ്പുളി ഉണ്ടാക്കാം. ഇഞ്ചമ്പുളി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ചൊടി ഉണ്ടാവുമല്ലോ വായ്ക്ക്. അങ്ങനെ ആദ്യം ഞാൻ ചമ്മന്തി പിടിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇഞ്ചമ്പുളി ആകുമ്പോൾ കുറച്ച് നേരം ചമ്മന്തിയൊക്കെ ആകുമ്പോൾ അപ്പോഴത്തെ കാര്യം കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, രാത്രിയിലേക്ക് ഞാൻ വേറെ നോക്കണം. ഇഞ്ചമ്പുളി ആകുമ്പോൾ കുറച്ച് നേരം കുറച്ചധികം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. അങ്ങനെ ഞാൻ ഇഞ്ചമ്പുളി ഞാൻ ഉള്ളിയല്ല കേട്ടോ, സവോളയും ഉള്ളിയും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുക. എനിക്കങ്ങനെ ഉള്ളി കുറേ നിന്ന് നന്നാക്കി വെക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ മടിയാണ്, അതാണ് ബുദ്ധിമുട്ടല്ല മടിയാണ്. അപ്പം ഞാൻ വേഗം സവോളയാണ് കേട്ടോ എടുത്തത്. സവോളയും കുറച്ച് കുഞ്ഞുള്ളിയും കൂടി എടുത്തിട്ട് അപ്പോൾ ഡിവൈനെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് കുറച്ച് കഞ്ഞി കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചമ്പുളി ഉണ്ടാക്കുമ്പോഴാണ് ഡിവൈനെ എനിക്ക് വന്നത്. അപ്പോൾ ഇതും കൂടി കൂട്ടിയപ്പോൾ ഒരു ചെറിയ ചൊടിയായി വായിക്കിട്ടോ. അപ്പോൾ ഞാൻ പറയാറില്ലേ ഞാൻ എളുപ്പപ്പണിയുള്ള ഇഞ്ചമ്പുളിയാണ് ഉണ്ടാക്കുക, വേറെ ഒന്നുമില്ല. ഇഞ്ചി വേപ്പില പച്ചമുളക്, ഞാൻ ഇഞ്ചിക്ക് പകരം ചുക്കുപൊടിയാണ് ഉപയോഗിക്കുക. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടിയതിന് ശേഷം ആദ്യം കടുക് പൊട്ടിക്കൂട്ടോ, കടുകും ഇതും പൊട്ടിച്ചതിന് ശേഷം ഇതിട്ട് വാട്ടി കുറച്ച് വെല്ലത്തിൻ്റെ പൊടി നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാൻ ഇന്നലെയും പകർത്തി വെക്കുന്നത് കണ്ടില്ലേ, അതും പിന്നെ കുറച്ച് നമ്മളുടെ എന്തിട്ടാണ് ചുക്കുപൊടി, പിന്നെ കുറച്ച് പുളിയുടെ മറ്റേ ആക്കി വെച്ചിട്ടില്ലേ പുളിയുടെ, അതാണ് വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചാറ് മറ്റേ ചൂടുവെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞാലും മതി. അതാകുമ്പോൾ കുറച്ചധികം നേരം ഒന്ന് വറ്റിക്കേണ്ടി വരും. ഇതാകുമ്പോൾ ആ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ
കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പട്ടേന്ന് വെച്ചിട്ട് പരിപാടി കഴിയും കേട്ടോ. ഞാനൊക്കെ സൂത്രപ്പണികളാണ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ ക്ലോക്കൊക്കെ തെറ്റാന്നുള്ളത്, സമയം 2:10 അതിൽ കാണുന്നത് 6 മണിയാണ്. അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ഡോൺ വന്ന് കഴിച്ചിട്ട് പോയി. ഡിവൈൻ കഴിച്ചു. ഡിംപിളാണ് ലാസ്റ്റ് കഴിക്കാൻ വന്നത്. അപ്പോൾ ഡിംപിൾ കഴിച്ച് പോണോട് കൂടിയിട്ട് കറി ചൂടാക്കി വെച്ചു, നമ്മുടെ വെണ്ടക്കായ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇഞ്ചമ്പുളിയും പിന്നെ മുതിരപ്പേരിയും ഒക്കെ കൂടെ കൂടിയപ്പോൾ എല്ലാവരും ചൂട്ടോടെ, പിന്നെ പയറ് കഞ്ഞിയല്ലേ, പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അതും ഒക്കെ കൂട്ടി കഴിച്ച കാരണം വെണ്ടക്കായയുടെ കറി അങ്ങനെ തന്നെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഡിംപിളിനോട് പറഞ്ഞു രാത്രി അത് എടുക്കാൻ നിൽക്കണ്ട, ഇനിയിപ്പോൾ നാളെ രാവിലെ എണീക്കുമ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതങ്ങനെ അവിടെ ഇരുന്നോട്ടെ, നാളെ ഒരു മുട്ടിന് അത് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. മനഃപൂർവ്വം മാറ്റി വെച്ചു, കാരണം ആരും കഴിക്കില്ല, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ കണ്ടമാനം കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്ലേറ്റ് ചെയ്യാത്ത ഐറ്റംസാണ് കേട്ടോ ഞാനിപ്പോഴും പറയണ, കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ഞാൻ വീണ്ടും വീണ്ടും പറയണതാണ്, പ്ലേറ്റ് ചെയ്യാത്ത ഐറ്റംസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ചാണ് നമ്മൾ പ്ലേറ്റ് ചെയ്യുക. അതായത് ഇത് പ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ സാധാരണ സ്വർണ്ണത്തിൻ്റെ കളറായിരിക്കും വരിക എന്നുള്ളത്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ നിന്ന് സ്ഥിരം വാങ്ങിക്കുന്നവർക്ക് അറിയാം, അല്ലാത്തവർ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ ഒരു കളർ എന്ന് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത്. അങ്ങനെ ഇന്ന് നമ്മുടെ തോറാനയാണ്. ശരിക്കും കുറേ വർഷങ്ങളായി തോറാനയുടെ ദിവസം ദുഹറാന എന്ന് പറയും, നമ്മൾ തോറാന എന്ന് പറയും കേട്ടോ. അപ്പോൾ മഴ നിൽക്കാണ്ട് മഴ പെയ്യുന്ന ദിവസം എന്ന് പറയുക. അപ്പോൾ ഇതുവരെ എല്ലാ കൊല്ലവും നമ്മൾ പറയും തോറാന എന്ന് പറഞ്ഞിട്ട് ഒരു മഴയുണ്ടായില്ലെന്ന്. പക്ഷേ ഈ കൊല്ലം ഇന്നലെ രാത്രി പിടിച്ച മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ 3 മണി കഴിഞ്ഞപ്പോൾ ചാക്കോനെ കൊണ്ടുവന്നു. ഡോൺ ചാക്കോനെയും കൊണ്ടാണ് വന്നത്. അപ്പോൾ ചാക്കോ ഇന്ന് പതിവില്ലാണ്ട് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവന് ചെറുതായിട്ട് പനിക്കണമെന്ന് പറഞ്ഞു. മാം അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു പനിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോണിനോട് പറഞ്ഞു ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പൊക്കോ. ഇപ്പോൾ വേണ്ട, ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് പോയിട്ട്, അപ്പോൾ ഡാഡി ഇല്ലാത്ത കാരണം ഡോൺ തന്നെ വരേണ്ടി വന്നു, കൊണ്ടുവരാനും കൊണ്ടാക്കാനും ഒക്കെ ആയിട്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് നല്ല ചൂട്ടോടെ ഇതൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ശരിക്കും ആപ്പീസ് പൊട്ടി തുടങ്ങാമെന്ന് പറയില്ലേ, ശരിക്കും വയ്യാണ്ടായി തുടങ്ങി കേട്ടോ. എന്നാലും ഞാൻ വിചാരിച്ചു പറ്റാവുന്ന പോലെ, കാരണം പട്ടികൾക്കുള്ള ഭക്ഷണം കൊടുക്കണം. ഇനിയിപ്പോൾ നാളെ എങ്ങനെയാണ് നമ്മൾ പൊന്തോന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് കാപ്പി ആദ്യം വെച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് ഈ ഗ്ലാസ്സിലെടുത്തത്, എനിക്ക് ആറ്റാൻ എളുപ്പത്തിൽ ഞാൻ അതിലെടുക്കണതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് ഞാൻ തിളച്ച ചൂട്ടോടുകൂടി ഞാൻ കുടിക്കില്ല. അപ്പോൾ ഞാൻ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്തൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ഇത്തിരി കഴിയുമ്പോൾ അതെടുത്ത് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ മാറ്റി വെച്ച് കുറച്ച് ഒന്ന് ചൂട്ടോടെ ഒരു 2 സിപ്പ്. എനിക്കങ്ങനെ ചൂട്ടോടെ കുടിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളെവിടെയെങ്കിലും പോയി കഴിഞ്ഞ് ചായ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളോട് ഞാൻ പറയും എനിക്ക് വേണ്ടാന്ന്, എനിക്ക് ആവശ്യമുണ്ടാവും പക്ഷേ വേണ്ടാന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ കുടിച്ച് കഴിഞ്ഞാലും എൻ്റെ ഒന്നും ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ എനിക്കറിയില്ലല്ലോ എനിക്ക് വയ്യാണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു ബൗള് പച്ചരി വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഊറ്റിയെടുത്തിട്ട് തൊട്ട് പുരട്ടി എന്ന് പറഞ്ഞിട്ട് പാലക്കാട്ട് അവരുടെ ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി അത് കണ്ടിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോഴേക്കും ഡിംപിളിനും നമ്മുടെ ഡാഡിക്കും കട്ടൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കട്ടൻ വെച്ച് കൊടുത്തു. അപ്പോൾ ഡാഡിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ ഫിൽട്ടർ കോഫിയുടെ കട്ടൻ ഇഷ്ടമില്ല, സാധാരണ നമ്മുടെ കാപ്പിയുടെ കട്ടന ഇഷ്ടം. അപ്പം ഞാൻ അതാണ് ഇന്ന് വെച്ചത് കേട്ടോ. ഞാനും പിള്ളേർക്കൊക്കെ ഞാൻ സാധാരണ ഫിൽട്ടർ കോഫിയാണ് വെക്കുക, പക്ഷേ ഡാഡിക്ക് ഇഷ്ടം സാധാരണ കോഫിയാണ് കേട്ടോ, കട്ടന് മാത്രം. അങ്ങനെ ഞാനും 2 റസ്ക് എടുത്ത് കഴിച്ച് എൻ്റെ കാപ്പി കുടിയും കഴിഞ്ഞു. അപ്പോഴേക്കും കാപ്പിയും ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ റസ്കൊക്കെ വെച്ച് അടുത്തത് ഈ തൊട്ടുപുരട്ടി ഉണ്ടാക്കാനായിട്ട് നിന്നു. തൊട്ടുപുരട്ടി എന്ന് തന്നെയാണ് പേര് തോന്നുന്നുണ്ട് കേട്ടോ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അതെ, അങ്ങനെ തന്നെയാണ് കണ്ടത്. അപ്പോൾ നമ്മുടെ അരിയും ചോറും പിന്നെ എന്തുട്ടെ ഞാൻ ഉപ്പും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം ശരിക്കും നാളികേരമാണ് വേണ്ടത്. നാളികേരം, ചുവന്നുള്ളിയും, വേപ്പില, കുറച്ച് ജീരകം, പിന്നെ ചുവന്ന മിളക്. കണ്ടോ, ചുവന്ന മിളക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളി, അപ്പോൾ ഉള്ളിക്ക് പകരം ഉള്ളി തന്നെ എപ്പോഴും നല്ലത്. അപ്പോൾ ഇതിന് ഞാൻ മടിയൊന്നും കാണിച്ചില്ല, ഉള്ളി തന്നെ എടുത്തു കേട്ടോ. കാരണം ഓരോ ദേശത്തിൻ്റെ ഓരോ എന്താ പറയുക ഓരോ ഡിഷുകളുണ്ട്, അതുപോലെ ഉണ്ടാക്കാണ്ട് നമ്മൾ ഇതൊരു ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് മോശമല്ലേ. അപ്പം എനിക്ക് ആ കൂട്ട് വായിച്ചപ്പോൾ തന്നെ കൊള്ളാലോ എന്ന് തോന്നിയിരുന്നു. പക്ഷേ എന്താ പറയുക, എനിക്ക് മാത്രം ഒരെണ്ണം ഞാൻ തിന്നിട്ട് അവസാനിപ്പിച്ചു. കാരണം അപ്പോഴേക്കും എല്ലാവരും കിടപ്പായി എന്ന് പറയാം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ലൊരു ഉള്ളിയുടെയും മറ്റേ ചുവന്ന മിളകിൻ്റെയും ഒക്കെ ഫ്ലേവറൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു അപ്പമായിരുന്നു.
അപ്പോൾ ഞാനത് അങ്ങനെ ഇനിയിപ്പോൾ നാളെ ഉണ്ടാക്കിയ ഈ ടേസ്റ്റ് കിട്ടുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ നിവൃത്തിയില്ല, ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചു. കാരണം എനിക്ക് നിന്നുണ്ടാക്കാനുള്ള ഒരു ആരോഗ്യമില്ല കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. അത് എന്തായാലും അത് ചെയ്യേണ്ട കാര്യമാണ്. പുറത്ത് നല്ല മഴ കേട്ടോ, ഇടിവെട്ടില്ല, മഴ, നല്ല മഴയാണ് കണ്ടോ. ശീതലടിച്ചിട്ട് ഇവിടെയൊക്കെ വെള്ളമായിട്ടുണ്ട്. അപ്പോൾ അവരാന്ന് വെച്ചാൽ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഇറങ്ങാനായിട്ട് ഭയങ്കര മടിയാണ്. അവർ ആ കൂട്ടിൽ നിന്ന് പുറത്തേക്കേ ഇറങ്ങില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ച് പിടിച്ച് പുറത്ത് കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ ആപ്പീസ് പൂട്ടി തുടങ്ങിയിട്ടോ. അപ്പോഴേക്കും ഡിവൈൻ മുകളിൽ നിന്ന് പതുക്കെ ഇറങ്ങി. അപ്പോൾ പിള്ളേർക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത കാരണം അവർ നൂറിലാണ്. അവർ കിടന്ന് എന്താ പറയുക, കളിയും ബഹളവും തിക്കും തിരക്കും. അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു, ഡിവൈനോട് അവിടെ കിടന്നോ, എന്തായാലും എനിക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഡാഡി ഒരുത്തിൽ ഡിംപിൾ ഒരുത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേരും ഞാനും കൂടിയിട്ട് അവിടെ ഇരുന്നു. ഡിവൈൻ അവിടെ കിടന്നു. പക്ഷേ കിടക്കണോടത്ത് ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ പിള്ളേർ കിടന്ന് ബഹളം വെച്ചിട്ട് ഒന്നെങ്കിൽ അത് വേണം ഇത് വേണം, ഒരാൾ ഒന്ന് ചോദിക്കും, അപ്പോഴേക്ക് അടുത്ത ആൾ അടുത്തത് ചോദിക്കും, ഈ നിലയ്ക്ക് നിൽക്കും. എന്നാലും എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനം, അവൻ കുറേ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ ഇവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് ഞാൻ വിചാരിച്ച് കണ്ടോ, ഡിവൈൻ നല്ല ഉറക്കാണ് കേട്ടോ. ഉറക്കമല്ല, തീരെ വയ്യ, തല പൊങ്ങണേ ഇല്ല ഡിവൈന്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ പനിച്ചെങ്കിലും അമ്മയുണ്ടായിരുന്ന കാരണം വലിയ പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. പക്ഷേ ഈ ആഴ്ച പിള്ളേരും കൂടി ഉള്ള കാരണം ഇനിയിപ്പോൾ നാളെ ശനി ഞായർ 2 പേരും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഡിവൈനോട് പറയായിരുന്നു, ഒരു ഡിംപിളിനോടും, എനിക്ക് എന്തെങ്കിലും വയ്യായി വന്ന് എനിക്കോ ഡാഡിക്കോ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഡോണായാലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സ്ഥലത്ത് സമാധാനത്തിൽ കിടക്കാം, എവിടേക്കെങ്കിലും ഒന്ന് മാറി കിടക്കാം. പക്ഷേ ഇവർക്ക് അത് പറ്റില്ല. കാരണം ഈ പിള്ളേർ എങ്ങനെ വന്നാലും അമ്മ എന്ന് പറഞ്ഞിട്ട് 3 പേരും അവരുടെ അമ്മമാരെ തപ്പി നടക്കണ കാരണം അവർക്ക് സ്വസ്ഥമായിട്ടൊരു കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തോടെ ഫുഡ് കഴിച്ചിട്ട് പോയിക്കോ, കുട്ടികളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അവർ കളിക്കുകയും നടക്കുകയും എന്തുട്ടെങ്കിലും ചെയ്തോട്ടെ. താഴ്ത്താകുമ്പോഴാണ് ഈ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ഒരവസ്ഥ. അങ്ങനെ എല്ലാവർക്കും അപ്പം ഇന്ന് കഞ്ഞി മതി എന്ന് പറഞ്ഞപ്പോഴേക്ക് ഡിംപിൾ പതുക്കെ തട്ടിപ്പൊതിച്ച് എണീറ്റു. കാരണം ആരെങ്കിലും ഒരാൾ എണീക്കാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ ഡിംപിൾ എണീറ്റ് കഞ്ഞി വെച്ചു. സാധാരണ കഞ്ഞിയാണ് കേട്ടോ വെച്ചത്. കഞ്ഞി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചമ്പുളി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറച്ച് ഉണക്കമീൻ എന്തെങ്കിലും വറുത്തോ, അപ്പോൾ ഒരു ചൊടി ഉണ്ടാവുമല്ലോ, വായിക്കൊരു ചൊടി ഉണ്ടാവും. അങ്ങനെ ഡിംപിൾ മറ്റേ ഉണക്ക ചെമ്മീനാണ് വറുത്തത് കേട്ടോ. അപ്പോൾ അതും മുളകിട്ട് വറുത്ത് അതും വെച്ച്, പിന്നെ മുതിരപ്പേര് ഉച്ചയ്ക്ക് ആരും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ കറികൾ മറ്റേ മുരിങ്ങയുടെ ഇല ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എല്ലാതും കുറേശ്ശെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെണ്ടക്കായയുടെ കറി ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ എന്താ പറയുക, ഇതുപോലെ എല്ലാവർക്കും വയ്യാണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു കൊറോണയുടെ സമയത്താണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ പാച്ചുവിന് ശരിക്കും വയ്യാണ്ടിരിക്കുന്ന സമയത്ത് അവസാനം പാച്ചുവിനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ആരും ഇല്ലാണ്ട് ഞാൻ ചേട്ടൻ്റെ വൈഫ് ഇപ്പോൾ വയ്യാണ്ടിരിക്കില്ലേ പ്രിൻസിനെ വിളിച്ച് വരുത്തുക ചെയ്തത്. എന്നിട്ട് അവളാണ് ഡിംപിളിൻ്റെ കൂടെ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോയത്. അതായത് എല്ലാവർക്കും ഡാഡിക്ക് തല പൊങ്ങാൻ, പാച്ചുവിനെ കൊണ്ടുപോകാൻ ഡാഡി എണീറ്റില്ല എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതുപോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആവോ ഇത് ഈ പ്രാവശ്യം എന്ന് ഞങ്ങളൊക്കെ പറയായിരുന്നു. പക്ഷേ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു എന്താ പറയുക, ദൈവം ആരോഗ്യം കൊടുത്തു. പിന്നെ പിള്ളേരൊക്കെ വലുതായില്ലോ. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാച്ചു എപ്പോഴും നമ്മളെ പേടിപ്പിക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ എല്ലാവർക്കും ഒരുപോലെ പനിയും വന്നു കഴിഞ്ഞപ്പോൾ തോമും കുഞ്ഞുകുട്ടിയായിരുന്നു. അപ്പോൾ ആർക്കാർക്കും ഉഷാറുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് അന്ന് ഉണ്ടായത് കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, കുട്ടികളോടൊക്കെ പറഞ്ഞാലൊന്നും മനസ്സിലാവും. പിന്നെ പുറമേന്ന് നമുക്ക് ഭക്ഷണം വാങ്ങിക്കാനായാലും ഒരാൾക്കൊരു ഉഷാർ. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റാമാർട്ട് ഉണ്ട്, ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ ഒന്നും വേണ്ടി വന്നില്ല കേട്ടോ. നമുക്ക് ഈ കഞ്ഞിയാണ് ഏറ്റവും നല്ലതും കുടിക്കാനായിട്ട് ഇഷ്ടം ഈ സമയത്ത് അത് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും കഞ്ഞികുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തൃപ്തിയായി എന്ന് പറയാം. ഡാഡിയും അതെ, ഡാഡി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പനിയും കാര്യങ്ങളൊക്കെ വന്നാൽ ഒന്നും കഴിക്കില്ല. അപ്പോൾ ഇന്നലെ ഡോക്ടർ കുറേ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു, കാരണം വെയിൻ കിട്ടാണ്ട്. അപ്പോൾ ഇന്ന് ഡിംപിൾ നിർബന്ധിച്ച് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും കഞ്ഞിയൊക്കെ കുടിപ്പിച്ച് ഞങ്ങളെല്ലാവരും കഞ്ഞിയെ കുടിച്ചേട്ടാ. ഒരു സുഖം കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഞാൻ ഇന്ന് ഭക്ഷണത്തിന് ശേഷമാണ് ഗുളികകളും കാര്യങ്ങളൊക്കെ കഴിച്ചത്. അപ്പോൾ ഇപ്പോഴും നല്ല മഴയാട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അവിടെയൊക്കെ വെള്ളം, അത്രയും ശീതലടിച്ചിട്ടുള്ള വെള്ളമുണ്ട്, വലിയ മഴയാണ് പെയ്യുന്നത്. അങ്ങനെ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു. അപ്പം നോക്കിയപ്പോൾ ഇന്നലത്തെ വെച്ചത് അവിടെ ഇരിക്കുക. അതായത് ഞാൻ പറഞ്ഞില്ലേ, മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇവർ കിടന്നോടത്തുനിന്ന് പോലും എണീക്കില്ല. നല്ല സുഖമാണ്. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭാഗ്യം. കാരണം ഒരു സ്ഥലത്ത് അവിടെ കിടന്നുറങ്ങിക്കോളും. മഴ അവർക്ക് ഈ വല്ലാണ്ട് ഈ മഴയുടെ ഒച്ച ഈ ഷീറ്റുമ്പോൾ വീഴുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് അവർ സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങാട്ടെ. എന്നാലും ഞാൻ ഇന്ന് ഇറച്ചിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു, ചോറ് വാരി കൊടുത്തു.
അങ്ങനെ ഇതേ 10 മണിയാകുമ്പോഴേക്കും എല്ലാവരുടെയും പരിപാടി കഴിഞ്ഞു. ഡിവൈൻ നേരത്തോടെ ഞാൻ പറഞ്ഞു നേരത്തോടെ കയറിപ്പോക്കോ, ഡോൺ സമാധാനത്തിൽ കുട്ടികളെയും കൊണ്ട് വന്നോളെന്ന് പറഞ്ഞു. ജസ്റ്റ് കഞ്ഞി കുടിച്ചിട്ട് വേഗം കയറിപ്പോയി. ഇനിയിപ്പോൾ നാളെ അങ്ങനെ പ്രത്യേകിച്ച് നേരത്തെ എണീക്കേണ്ടത് ഉള്ള ഒരു ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ സാറ്റർഡേ ശനിയാഴ്ചയാണ്, കുട്ടികൾക്ക് ക്ലാസ് ഇല്ല. മറ്റന്നാൾ ഞായറാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം പിള്ളേർക്ക് നല്ല സ്വസ്ഥമായിട്ട് എന്താ പറയുക റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഡാഡിക്ക് ഇന്നലെ ഉച്ചയ്ക്ക് തൊട്ട് ഇന്ന് ഫുൾ ഡേ ഒന്നും പോസ്റ്റ് ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടില്ല. അപ്പോൾ എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. എല്ലാവരും ഓക്കെ സാരമില്ല എല്ലാം മാറിയിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരാശ്വാസം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരുവിധം കസ്റ്റമേഴ്സൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്നവരാട്ടോ. വളരെ എന്താ പറയുക കോപ്പറേറ്റീവായിട്ട്. അതായത് നമ്മളുടെ വീഡിയോ കാണുന്നവരോ അധിക ഭാഗം അപ്പോൾ അവരിങ്ങോട്ട് തന്നെ പറയും, ആൻറ്റി ടെൻഷൻ ധൃതി പെടയണ്ട കേട്ടോ, അങ്കിളുടെ എല്ലാം കഴിഞ്ഞിട്ട് അയച്ചാൽ മതി കേട്ടോ, ഒരു ധൃതിയില്ല കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഇന്ന് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ എത്തിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ എന്തോ ഞാൻ പറഞ്ഞില്ലേ, ചൂടുള്ള കഞ്ഞിയൊക്കെ കുടിച്ച് ഗുളികയൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തപ്പോൾ നല്ല ഒരു സുഖമുണ്ട്. ഇനിയിപ്പോൾ സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങി കഴിഞ്ഞാൽ നാളെ രാവിലെ ഉഷാറായിട്ട് എണീക്കണം എന്നാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.